പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇതേ വിഷയം തന്നെയാണ് ഇന്നത്തെ ന്യൂസ് ആംഗിളും പരിശോധിക്കുന്നത്. പിണറായി വിജയനെതിരായ ED നീക്കത്തിൽ രാഷ്ട്രീയ പ്രതിരോധം ശക്തമാക്കാൻ തന്നെയാണ് CPIMന്റെ തീരുമാനം. സംസ്ഥാന വ്യാപകമായ ജില്ലാ കേന്ദ്രങ്ങളിൽ ഇന്ന് ഇടതുമുന്നണിയുടെ പ്രതിഷേധ പ്രകടനങ്ങൾ ഉണ്ടാകും. പിണറായിക്കെതിരെയുള്ളത് രാഷ്ട്രീയ പകപോക്കലാണെന്നും BJP എതിർക്കുന്ന നേതാക്കളെ കേസുകളിൽ കുടുക്കാനുള്ള നീക്കമാണെന്നും ഇടതുമുന്നണി പറയുന്നു. തിരഞ്ഞെടുപ്പ് തോൽവിയിൽ തളർന്ന CPMന് ചൂടേകുമോ റെയ്ഡും സംഭവങ്ങളും എന്ന കാര്യമാണ് ഇന്ന് ബിനിൽ ലീല സാബു പ്രേക്ഷകരോട് ന്യൂസ് ആംഗിളിൽ വിശകലനം ചെയ്യാൻ പോകുന്നത്. ബിനിൽ, ഗുഡ് മോർണിംഗ്. ഇന്നലെ നടന്ന സംഭവ വികാസങ്ങൾ, ഇന്നലെ രാവിലെ ഈ ഒരു 7:40 സമയം, അപ്പോഴാണ് ഈ ഒരു വലിയ വാർത്ത വരുന്നതും ആ വാർത്തയിലേക്ക് നമ്മൾ പോവുകയും പിന്നെ ഇന്നലത്തെ മുഴുവൻ ദിവസവും ആ വാർത്ത തന്നെയായിരുന്നു നമ്മളൊക്കെയും, അല്ലെങ്കിൽ കേരളം മുഴുവൻ ചർച്ച ചെയ്തൊരു വാർത്തയായിട്ട് മാറിയത്. അങ്ങനെ ED റെയ്ഡിനിടെ ഉണ്ടായ അസാധാരണമായ സംഭവ വികാസങ്ങളൊക്കെ കണ്ടു. അപ്പോൾ നമുക്കറിയാം, ഇന്നലെ വരെ, അല്ലെങ്കിൽ ഇന്നലെ 7:40 മുൻപ് വരെ പാർട്ടിയുടെ പരാജയവുമായി ബന്ധപ്പെട്ട് തിരഞ്ഞെടുപ്പിൽ CPMന് അല്ലെങ്കിൽ ഇടതുമുന്നണിക്ക് നേരിടേണ്ടി വന്ന പരാജയങ്ങൾക്ക് മുഴുവൻ കേന്ദ്ര ബിന്ദുവായി നിന്ന രണ്ടു പേർ, അതൊന്ന് മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവായ പിണറായി വിജയനാണ്, രണ്ടാമത്തെ ആൾ MV ഗോവിന്ദനാണ്. പക്ഷേ ഇന്നലെ 7:40 ഈ വാർത്ത വരുന്നു. പിന്നീട് കാര്യങ്ങൾ ആകെ മാറി. അല്ലെങ്കിൽ ഈ പ്രതിരോധം തീർക്കുന്ന CPMനെ, അവരുടെ പിണറായി വിജയനെതിരെ ഇത്രയും നാൾ പ്രതിഷേധിച്ചവരൊക്കെ തന്നെ ആർക്ക് വേണ്ടിയാണോ പ്രതിഷേധിച്ചത് അയാൾക്ക് വേണ്ടി പ്രതിരോധം തീർക്കുന്ന കാഴ്ചയാണ് കണ്ടത്. കാർ അടിഞ്ഞു പൊട്ടിക്കുന്നു, ആളുകൾക്ക് പരിക്കേൽപ്പിക്കുന്നു, ജില്ലാ കേന്ദ്രങ്ങളിലൊക്കെയും ഇരമ്പി നിൽക്കുന്ന ഈ പാർട്ടി പ്രവർത്തകരൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇനി ഇതിൻ്റെ അടുത്ത നീക്കം എന്തായിരിക്കും എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ ബിനിൽ നമ്മൾ പറഞ്ഞതുപോലെ പാർട്ടിക്ക് ഇതൊരു പുതുജീവൻ കൊടുക്കുകയായിരുന്നു. ഇപ്പം ഇനി ഈ ഒരു വിമർശനം, അത് പാർട്ടിയുടെ തോൽവിയുടെ പരാജയ കാരണം, അത് പിണറായി വിജയൻ്റെ നിലപാടുകളും അതല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറിയുടെ ശരീരഭാഷയും ഒക്കെയാണ് എന്നുള്ള നിലപാടിൽ നിന്നും അണികൾ പൂർണ്ണമായും ആ വിഷയത്തെ മറന്ന് ഇനി പാർട്ടിയെ ഒന്നാക്കാൻ, ഒന്നിച്ചു ചേർക്കാനായി പോവുകയാണോ ചെയ്യുക? അതോ നമുക്കറിയാവുന്നത് പോലെ തന്നെ ED ഒരു ദേശീയ അന്വേഷണ ഏജൻസിയാണ്. EDക്ക് എതിരെ ഉണ്ടായ അതിക്രമം, അതിൽ കേന്ദ്ര സർക്കാർ ഇടപെട്ടിട്ടുണ്ട്. സംസ്ഥാനത്തെ പോലീസ് മേധാവിയോടക്കം വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. അവരെ അതിക്രമിച്ച സംഭവമാണ്. നിലവിൽ പല വിഷയങ്ങളിൽ പ്രതിരോധത്തിൽ നിൽക്കുന്ന CPMന് അടുത്തൊരു പ്രതിസന്ധി സൃഷ്ടിച്ചു വെക്കുകയായിരുന്നു അണികൾ. സേതു, ഗുഡ് മോർണിംഗ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാന സർക്കാരിനെതിരെ കൂടി ഒരു വിമർശനം ഉന്നയിക്കുന്നു എന്നുള്ളതാണ്. മോദി VD ED ഇങ്ങനെയാണ് CPMന്റെ ഒരു പ്രചാരണം, അല്ലെങ്കിൽ ആ രീതിയിലാണ് അതിനെ കൈകാര്യം ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഈ വിഷയങ്ങൾ അത് CPIMന് ഒരു പുതുജീവൻ നൽകുന്നു എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് നേരത്തെ സേതു പറഞ്ഞതുപോലെ ബ്രാഞ്ച് തലത്തിൽ ഉൾപ്പെടെ വലിയ വിമർശനമാണ് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടപ്പോൾ ഉണ്ടായത്. ബ്രാഞ്ച് തലത്തിൽ തന്നെ അത് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ ധാർഷ്ട്യം, അഹങ്കാരം, ആ രീതിയിലുള്ള മാധ്യമ വാർത്താ സമ്മേളനത്തിലൊക്കെയുള്ള ഇടപെടലുകൾ, ഇതൊക്കെയാണ് പരാജയത്തിലേക്ക് വഴിവെച്ചത് എന്നുള്ളതായിരുന്നു വലിയ വിമർശനമായി ഉന്നയിച്ചത്. അതോടൊപ്പം തന്നെ MV ഗോവിന്ദനും വലിയ വിമർശനം ഉയർന്നു. MV ഗോവിന്ദനെ സംബന്ധിക്കുകയും തിരുവനന്തപുരത്തെ ജില്ലാ കമ്മിറ്റിയിൽ അത് കൃത്യമായി പറയുകയും ചെയ്തു. അദ്ദേഹം വാർത്താ സമ്മേളനത്തിലെ ശരീരപ്രകൃതി പോലും പ്രശ്നമായി എന്ന് പറയുന്ന സാഹചര്യമുണ്ട്. ഇതൊക്കെ മാറ്റിവെക്കുന്ന ഒരു നടപടി അല്ലെങ്കിൽ ഒരു കാര്യമാണ് ഇന്നലെ ഉണ്ടായത്. മുൻ മുഖ്യമന്ത്രി വീട്ടിലെ റെയ്ഡ് രാഷ്ട്രീയമായി നേരിടാൻ തന്നെയാണ് CPIMന്റെ തീരുമാനം. ഇന്നലെ തന്നെ അത് തീരുമാനിച്ചതാണ്. ഏരിയ തലത്തിലും ലോക്കൽ കമ്മിറ്റി തലത്തിലും ബ്രാഞ്ച് തലത്തിലും ഇന്നലെ പ്രതിഷേധ പ്രകടനമുണ്ടായി. ഇന്നിപ്പോൾ അത് LDF ഏറ്റെടുക്കുകയാണ്. LDF പ്രതിഷേധ പ്രകടനവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് അവരുടെ തീരുമാനം. ആ തീരുമാനം എടുത്തു കഴിഞ്ഞു. ജില്ലാ കേന്ദ്രങ്ങളിലായിരിക്കും ആ ഒരു പ്രതിഷേധ പ്രകടനങ്ങൾ ഇന്ന് ഉണ്ടാവുക. പിന്നീട് മറ്റു ദിവസങ്ങളിലും ആ പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് വരാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും രാഷ്ട്രീയമായി LDFന്, പ്രത്യേകിച്ച് CPMന് വലിയ ഗുണം ഉണ്ടായി എന്നാണ് നേതാക്കൾ പറയുന്നത്. അതായത് സംഘടനാപരമായി അടിത്തറ ബലപ്പെട്ട് വരാനുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോവുകയെന്നാണ് നേതാക്കൾ പറയുന്നത്. സേതു. ഓക്കെ ബിനിൽ, ശരി.